ഹായ് ഹലോ നമസ്കാരം. മലയാളി കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടുന്ന മത്തി വാഴയിലയിൽ പൊള്ളിക്കാൻ പോകണം. വളരെ എളുപ്പത്തിൽ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് പോകാമല്ലോ. ആദ്യമായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 10 മത്തിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മസാല പിടിക്കാനായിട്ട് മത്തിയുടെ എല്ലാ ഭാഗവും നമുക്കിതെങ്ങനെയൊന്ന് വരഞ്ഞു കൊടുക്കാം. മത്തിയെല്ലാം എന്താ വരഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയാണ് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം അതൊന്ന് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി അതൊന്നിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി അരയ്ക്കാൻ ആവശ്യമായ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. എന്നാട്ടോ നമ്മുടെ അരപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മീനിലേക്ക് മസാലയൊക്കെ നല്ല രീതിക്കൊന്ന് പിടിക്കുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ മീനിലേക്ക് നന്നായി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീനിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി ഞാനൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, ചൂടായ എണ്ണയിലേക്ക് ഞാൻ മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. മീനിൻ്റെ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മറിച്ചിടാം. നല്ലപോലെ ഒരുപാട് കരിയാതെ നല്ല മൊരിഞ്ഞിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ്ട എല്ലാ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ട് നമുക്ക് ഇതിനൊന്ന് കോരി മാറ്റി വയ്ക്കാം. വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. 2 സവാള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ 10 ചെറിയ ഉള്ളിയാണ് അത് നമുക്ക് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 പച്ചമുളക് അത് നീളത്തിൽ കട്ട് ചെയ്ത് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമുക്ക് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഏകദേശം ഒന്ന് കളർ മാറി കുഴഞ്ഞു വരുന്ന രീതിക്ക് ഇതാണോ ഈ ഒരു ലെവലിൽ വരുന്നവരേക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അത് ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് അത് ചേർക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മറന്നവർക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞ് പരുവാവട്ടെ, അതുവരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ നല്ലപോലെ നമ്മുടെ തക്കാളിയും സവാളയും ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. മിക്സിയുടെ ജാറിലേക്ക് ചെറിയ തേങ്ങ 1 കപ്പ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഒരു കപ്പിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ തേങ്ങ അരച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങാപ്പാലൊന്ന് നമുക്കത് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ടെടുക്കാം. ഇതാണോ ഇത്രയും തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു നല്ലൊരു തലൊരു വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാല നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കയ്യിലുണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. ഓക്കെ, ഇനി മസാലൻ്റെ മേലെ മീനുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മസാല നമുക്ക് മീനിൻ്റെ മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഭംഗിക്കും രുചിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ സവാള ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി തക്കാളി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അത് നമുക്ക് മേൽക്കൂടെ ഇങ്ങനെ കുറച്ചായി ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി സോഫ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ മീൻ പൊള്ളിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, അതിനാണ്. ഇനി നമുക്ക് ഇലയൊന്ന് മേലക്കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇലയൊന്ന് മടക്കാം. അടിയിൽ വീണ്ടും ഒരു ഇലയും കൂടി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മടക്കുമ്പോൾ കുറച്ചും കൂടി ആ വലുപ്പം കിട്ടും, നല്ലപോലെ മടക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അടിയിൽ ഞാൻ വീണ്ടും ഒരു അഡീഷണലായിട്ട് ഒരു ഇല വെച്ചിരിക്കുന്നത്. എൻ്റെ വലിയ ഇലയുണ്ടെങ്കിൽ അത് ഒരെണ്ണം വെച്ചാൽ മതിയാവും. ഇതിപ്പോൾ അത് തികയാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും അടിയിലൊന്നും കൂടി വെക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ വാഴനാര കൊണ്ടോ നൂല് കൊണ്ടോ ചരട് കൊണ്ടോ കെട്ടാവുന്നതാണ്. ഞാനിതിവിടെ 2 ഭാഗത്തായിട്ട് വാഴനാര കൊണ്ടാണ് കെട്ടുന്നത്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന പൊതി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ഇലയിലേക്ക് വരുന്ന രീതിക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഓക്കെ, ഒരു ഭാഗം നല്ലപോലെ ഒന്ന് ആയതിനു ശേഷം നമുക്കൊന്ന് മറിച്ചിടാം. എന്താണ് നല്ലപോലെ ആവി വരുന്നുണ്ട്, നമുക്കൊന്ന് മറിച്ചിടാം. ഇനി നമുക്ക് മറുഭാഗം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ആയി വരട്ടെ. ഓക്കെ, ഇപ്പോൾ കണ്ടോ 2 ഭാഗവും നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കൊന്ന് കട്ടയച്ച് നോക്കാം. ഇനി നമുക്ക് ഇലയൊന്ന് തുറന്ന് നോക്കാം. മീൻ പൊള്ളിച്ചതിൻ്റെ നല്ല മണമാണ് ഇവിടെ, ഒരു രക്ഷയില്ല. ഓക്കെ, നമുക്കിനി മേലത്തെ ഇലയൊന്നും എടുത്ത് മാറ്റാം. അടിപൊളി, വേണ്ട. അങ്ങനെ മത്തി നാടൻ രീതിയിൽ വാഴയിലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇതിൻ്റെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അയില വെച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക്